കാവേരി സത്യം പറഞ്ഞാൽ ഈ കാവേരിനെ എടുക്കാൻ പോയതല്ല ഞാൻ വേറൊരു ആനനെ കയറ്റാൻ വേണ്ടി ലോറി എടുത്ത് പോകുമ്പോഴാണ് വഴിയിൽ നമ്മളൊരു സുഹൃത്ത് നമ്മളെ അബി എന്ന് പറഞ്ഞൊരു ചെക്കുണ്ട്. അവനാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ഒരു ആന ഇങ്ങനെ കുറച്ച് ക്ഷീണത്തിൽ നിൽക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കുട്ടിയാനയുണ്ട്, നമുക്ക് രണ്ടിനെയും ഒന്ന് കാണില്ലെന്ന് ചോദിച്ചത്. ആനയാണിത്. പിന്നെന്തോ ആനച്ചോറ്, എന്താ കൊലച്ചോറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് മറ്റേ ഫാദറിനെ വിളിച്ച് കുറേ പേടിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു. ചോക്കോബാറിൻ്റെ ശീലം ഉണ്ടാക്കിയതാണ്. അത് നമ്മളെ പൈനാപ്പിൾ കഴിഞ്ഞ് തിരിച്ച് നടക്കുമ്പോൾ ആള് കീശിയിട്ട് പോരും. അങ്ങനെ ആ ഒരു വളവെത്തുമ്പോൾ ആള് കീശിന്ന് എടുത്തു കൊടുക്കും. അപ്പോൾ പിന്നെ എന്തായി, ആ വളവെത്തുമ്പോൾ ആള് നിൽക്കും. എന്നേ തൊയ് എല്ലാവർക്കും അറിയാം. കുതിരൻ്റെ കടി അത് ഞങ്ങൾക്ക് പിന്നെ കിട്ടിയോണ്ടേ നല്ല കിൻഡൽ കടി കിട്ടും. ഇതിൻ്റെ ചട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ ഞാനാണ്. പണിക്കൂടെയാണ് ഞാൻ തന്നെ പോകണല്ലോ. പണി എന്ന് പറഞ്ഞാൽ പൈസക്കല്ല, ആന പണിക്ക് പോകേണ്ടത് നല്ലതാണ് ആനൻ്റെ ശരീരത്തിന്. ഇവളങ്ങനെയല്ല. നിങ്ങൾ കൂട്ടത്തിൽ നിന്ന് എന്താ ആന എന്നൊക്കെ ചോദിച്ചാൽ ആന കയറിക്കുന്നുണ്ട്, എന്താടാ വയ്ക്കും. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ചെറിയ പയ്യന്മാർ റോട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആന പിറ്റേസ് ആ പയ്യനെ കിട്ടിയാൽ പോകേണ്ട പോക്കിലൊന്ന് തട്ടാനൊക്കെ നോക്കും. ഞങ്ങൾ കയറാത്ത ഒരു അമ്പലമില്ല, ഗുരുവായൂർ, ചോറ്റാനിക്കര, അങ്ങനെ അതുപോലെ പേരെടുത്ത എല്ലാ അമ്പലങ്ങളും പോയി. ഞങ്ങൾക്ക് ഇതുവരെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ തന്നെ അറിയാം, കമൻ്റൊക്കെ ഫുള്ള് ഇക്കാന്ന് നയിക്കാരം. അവിടെ അമ്പലങ്ങളിൽ നിന്നും നമ്മളെ മിലിക്കാന്നാണ് വിളിക്കല്. വടക്കുന്നാഥനിൽ ഒന്ന് ഇത്ര കൂടുതൽ ആന നിൽക്കുമ്പോഴാണ് നമ്മളെ ഈ ക്രൗഡ്, നമ്മളെത്രയും ആളുകൾ വാളിണ്ടത്. പിന്നെ ഓരോ അമ്മമാർ വന്ന് കരയാ നമ്മളെ കെട്ടിപ്പിടിക്കുകയൊക്കെ കാണുമ്പോൾ നമുക്ക് കാടേ കാടേ കാണാമേടേ മാടേ കൂടേ വേവോ